ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിതാ മുത്താറിൻ്റെ പത്തലും ബീഫ് ഫ്രൈ ആക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാ മുത്താറിൻ്റെ പത്തൽ ചുടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. വെള്ളം തിളക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് മുത്താറിൻ്റെ പൊടി ഇട്ട് കൊടുത്തത് ഇതുപോലെ പുതുപ്പിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല ബോൾസ് ആകുന്ന ഒരു പരുവത്തിൽ ആണ് നമ്മൾ പുതുപ്പിയിട്ടെടുക്കാൻ. തടുത്തിട്ടാകുമ്പോൾ ഇതിനേക്കാളും കുറച്ച് ഉറക്കും. അപ്പോൾ അത് തണുക്കാൻ വെച്ച് ഇതാ ബീഫ് ഞാനിതാ ഇതുപോലെ മുറിച്ചിട്ട് നല്ല പോലെ കയറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ വേവിച്ചിട്ടെടുക്കാം. ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. വീഡിയോസും പരസ്യവും ഫുള്ളായിട്ട് സ്കിപ്പാക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഞൗണ്ടി സീറ്റിലിട്ടിട്ട് തന്നെ ഞൗണ്ടി കുഴച്ചെടുത്തിട്ട് ബോൾസാക്കിയിട്ട് എടുത്തിന്. അരച്ചിത കൂക്കി 6 കൂക്കിൽ കൂച്ചിട്ടുണ്ട് ഞാൻ. ഇതാ പത്തൽ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളെ അരിപ്പത്തൽ പോലെയല്ല, ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ അത് നല്ലപോലെ പൊങ്ങി വരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള മുത്താറി എന്ന് വെച്ചാൽ രാഗിപ്പത്തൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അല്ല, ചാറ് കറിയെല്ലാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതാ പത്തൽ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് പത്തൽ ചുട്ടെടുക്കുന്നത് കുറച്ചാണ് പത്തൽ ചുട്ടിനെ. അപ്പോൾ ഇതാ പത്തലെല്ലാം ചുട്ടിട്ടായിട്ടുണ്ട്. നമ്മളെ ബീഫും വെന്തിട്ട് വെള്ളമെല്ലാം ഊറ്റി വെച്ചിന് ഞാൻ. ഇതുപോലെ വെന്ത് കിട്ടീന്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കുറേ വേണ്ട, കുറച്ച് എരിവ് മതി. എനിക്ക് 1/2 ടീസ്പൂണിൻ്റെ ഉള്ളിലാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് തേയാത്ത പോലെ തോന്നിയ എരിവ് അതിനെ കൊണ്ട് ഞാൻ പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു. മുമ്പ് 1/4 ടീസ്പൂൺ ഇട്ട് രണ്ടാമതും 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് കുറച്ച് കളർ ഇട്ട് കൊടുക്കുന്നത്. ഒരു വീഡിയോക്കും വേണ്ടിയിട്ടാണ് ഞാൻ കളർ ഇട്ട്, ഒരു ചുവപ്പ് കളറായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കളറ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതാ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കളർ ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുത്ത് ഞാൻ. എന്നിട്ട് ഇതാ കോൺഫ്ലവർ 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഉണക്കം പോലെ വന്ന് അപ്പോൾ ഞാൻ എന്താക്കുന്നറിയാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. കുറച്ച് ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിനെ മിക്സാക്കിയിട്ട് നമ്മൾ വെക്കണമെന്നൊന്നുമില്ല. ഉപ്പെല്ലാം പിടിച്ചിട്ട് ബന്ധിറച്ചിയല്ലേ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഡയറക്റ്റ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ വെള്ളം ചേർത്തിട്ട് മിക്സാക്കിയിട്ട് എടുത്തിന്. ഇപ്പോൾ ബീഫിൻ്റെ സീസണല്ലേ, കുറച്ച് ദിവസം ബീഫിൽ തന്നെ ഒരു കളി. അപ്പോൾ എല്ലായിടത്തും ബീഫ് ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ട, ബീഫ് തന്നെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് തിന്നാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇതാ ഞാൻ എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതാ കറിച്ചപ്പല ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ഇട്ട് കൊടുത്തത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിച്ചപ്പലെല്ലാം ഇട്ട് കൊടുത്തത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാനിതിനെ മറിച്ചിട്ട് കൊടുക്കുന്നു. ഒരു ഭാഗമായിട്ടാകുമ്പോൾ മറ്റേ ഭാഗം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചിട്ട് നമുക്കതിനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. വെന്തരച്ച് കുറേ സമയമൊന്നും വേണ്ട. ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവറെല്ലാം ഇട്ടതല്ലേ, അപ്പോൾ അതെല്ലാം ഒന്ന്
ഫ്രൈ ആയി കിട്ടാൻ വേണ്ട സമയമേ വേണ്ടു. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ മേലേക്ക് ഒരു പച്ചമുളക് നടുവ് കീറിയിട്ട് കൊടുക്കുന്നു. ഒരു ഭംഗിക്കും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. കറിച്ചപ്പില ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നു. ഇഷ്ടം പോലെ കറിച്ചപ്പില ഉണ്ട്. പിന്നെയും കറിച്ചപ്പില ഇട്ട് കൊടുത്ത് ഞാനത് നമുക്ക് നല്ല ബീഫിൻ്റെ കൂടെ ഈ കറിച്ചപ്പലയും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫ്രൈ ആയി വന്നിട്ടാകുമ്പോൾ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് അതിൻ്റെ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. ഇതാ കോരിയെടുത്ത് എണ്ണയിൽ നിന്നല്ല കോരിയെടുത്ത്. പിന്നെ മക്കൾക്ക് എൻ്റെ മോന് പിന്നെ റാഗിപ്പത്തലൊന്നും കഴിക്കൂല. അപ്പം അങ്ങനെ അവനക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരിൻ്റെ ദോശയാണ് ചുട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബീഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.